ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ 49 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ യു.പി. ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ജനവിധി തേടും. അതേസമയം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമാക്കി ബി.ജെ.പി. പ്രചാരണം നടത്തുമ്പോൾ ബി.ജെ.പി. വിരുദ്ധ പ്രചാരണത്തിലാണ് ഇന്ത്യ മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, ബംഗാളിലും മധ്യപ്രദേശിലും 8 വീതം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ബീഹാറിൽ 5ഉം ഒഡീഷയിലും ജാർഖണ്ഡിലും 4 വീതം മണ്ഡലത്തിലും ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1717 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട, കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി, ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കളാണ് 4ാം ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. മഹുവ മൊയ്ത്ര, എസ്.എം. സാദി, അമൃത റോയി എന്നിവർ തമ്മിൽ ത്രികോണ മത്സരം നടക്കുന്ന കൃഷ്ണനഗറും ഈ ഘട്ടത്തിലെ ശ്രദ്ധേയ മണ്ഡലമാണ്. 4ാം ഘട്ടത്തോടെ 380 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകും. മാസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. അതേസമയം കഴിഞ്ഞ ഘട്ടങ്ങളിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി.ജെ.പി. കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, കെജ്രിവാളിനെ മുൻനിർത്തിയുള്ള ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രചാരണങ്ങളും ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ബി.ജെ.പിക്കെതിരായ വിമർശനം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് കെജ്രിവാൾ. കൈരളി ന്യൂസ്, ദില്ലി.